തിരഞ്ഞെടുപ്പ് വരുമ്പോൾ 62 ലക്ഷം ആളുകൾക്ക് കൈക്കൂലി പോലെ ക്ഷേമ പെൻഷൻ നൽകുന്നു എന്നാണ്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വത്തെ സംബന്ധിച്ച് എന്താ പറയുക? അത് ജനങ്ങളൊക്കെ അവിടെ നല്ലപോലെ പ്രതികരിച്ചു. ഞങ്ങൾ അപമാനിക്കലാണ് എന്ന് പറഞ്ഞു. ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കൃത്യമായിട്ട് ഇപ്പോഴാണ് എല്ലാ ജീവനക്കാർക്കും ഉൾപ്പെടെ പെൻഷൻ. പാവപ്പെട്ട അധ്വാനിച്ച പഴയ കാലം 10-60 വയസ്സ് വരെ അധ്വാനിച്ച പാവപ്പെട്ട മനുഷ്യന് ക്ഷേമ പെൻഷൻ്റെ ഭാഗമായിട്ട് 1600 രൂപ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായിട്ട് നൽകുമ്പോൾ അത് കൈക്കൂലിയാണ് എന്ന അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് അവരെത്തി. അത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരായുധീകരിക്കപ്പെട്ട ഒരു UDF-നെയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 മുദ്രാവാക്യം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വരാൻ പോകുന്ന കേരളം എന്തായിരിക്കണം, വർത്തമാന കാലഘട്ടത്തിൻ്റെ ഒരു തുടർച്ച, ഒരു 3ാം ഘട്ടത്തിലേക്കുള്ളതിൻ്റെ യാത്ര, ഇതുതന്നെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വർഗീയതക്കെതിരായിട്ടുള്ള കാര്യവുമാണ്.